ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ചിന്തിക്കുന്നത് അധർമ്മമൂർത്തി ആരാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന അധർമ്മമൂർത്തി ആരാണ് എന്ന് ഇവിടെ വിശദീകരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുന്നത് AD 51-ലാണ്. അത് എഴുതുവാനുള്ള പ്രധാനപ്പെട്ട കാരണം തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം സംബന്ധിച്ച ചില സംശയങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നു. ആ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലെ പ്രസ്താവന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വേഗത്തിലായിരിക്കും എന്ന വിശ്വാസം അപ്പോസ്തലന്മാർക്കും 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച പല സംശയങ്ങളും തർക്കങ്ങളും വാദങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലോ അല്ലെങ്കിൽ ലേഖനത്താലോ നിങ്ങൾ മറ്റു എന്തെങ്കിലും കേട്ട് ഞെട്ടിപ്പോവുകയോ വേഗത്തിൽ നിങ്ങൾ ഇടറിപ്പോവുകയോ ചെയ്യരുത് എന്ന് അവിടെ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ ഈ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുൻപ് ഇവിടെ അധർമ്മമൂർത്തി ഭൂമിയിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. അധർമ്മമൂർത്തി വന്നതിന് ശേഷം മാത്രമേ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഉണ്ടാകുകയുള്ളൂ എന്ന് പൗലോസ് ആ ലേഖനത്തിലൂടെ അവരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നതാണ് 2-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. ആയതിനാൽ ആ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ 5 കാര്യങ്ങളാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അവ ഓരോന്നായി ഇവിടെ വിശദീകരിക്കുന്നു. 1, വിശ്വാസത്യാഗം എന്നാണ്. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അധർമ്മമൂർത്തി വെളിപ്പെടുന്നതിന് മുൻപായി അല്ലെങ്കിൽ യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് മുൻപായി വിശ്വാസത്യാഗം സംഭവിക്കും. വിശ്വാസത്യാഗം സംഭവിച്ചതിന് ശേഷമാണ് അധർമ്മമൂർത്തി വെളിപ്പെടുന്നത്. അധർമ്മമൂർത്തി വെളിപ്പെടുന്നതിന് ശേഷമാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നത് എന്നാണ് ആ 2-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആയതിനാൽ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ വിശ്വാസത്യാഗം എന്നതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം അപ്പോസ്റ്റാസിയ എന്നും അപ്പോസ്റ്റസി എന്ന വാക്കുകളാണ്. അപ്പോസ്റ്റസി എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസം ത്യജിക്കുക, വിശ്വാസം പോകുക എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം. സ്വധർമ്മ പരിത്യാഗം, മതഭ്രംശം, ആത്മീയ വിശ്വാസത്യാഗം, മതപരിത്യാഗം എന്നൊക്കെയാണ് ഈ അപ്പോസ്റ്റസി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. അതായത് ഒരാളുടെ മുൻ വിശ്വാസം ഉപേക്ഷിക്കുന്നതോ ആ വിശ്വാസത്തെ പിന്നീട് തള്ളി പറയുന്നതുമായ കാര്യങ്ങൾക്കാണ് അപ്പോസ്റ്റസി അല്ലെങ്കിൽ അപ്പോസ്റ്റസിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ അപ്പോസ്റ്റസി എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം നെഗറ്റീവായ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. വിശ്വാസം പോയി പോകുക, വിശ്വാസത്തെ തള്ളിപ്പറയുക, ദൈവത്തെ തള്ളിപ്പറയുക, സത്യത്തെ തള്ളിപ്പറയുക, സത്യത്തോടും മറുത്തു നിൽക്കുക എന്നെല്ലാം ഉള്ളതിന് ഈ അപ്പോസ്റ്റസി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാം. വിശ്വാസത്യാഗം എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അപ്പോസ്റ്റസി എന്നാണ്. ദൈവത്തെ ത്യജിച്ചു കളയുക, വിശ്വാസം പോകുക, സത്യത്തോട് മറുത്തു നിൽക്കുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ബൈബിളിൽ കൊടുത്തിരിക്കുന്നു. അപ്പോസ്റ്റസി, എ ഫാളിങ് എവേ ഫ്രം ഗോഡ്സ് ട്രൂത്ത്, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന്. എബ്രായർ 3:12, ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ. ലൂക്കോസ് 22:32, ഇവരും സത്യത്തോടും മറുത്തു നിൽക്കുന്നു. 2 തീമോത്തി 3:8 വാക്യം. അവർ നേർവഴി വിട്ട് തെറ്റി. 2 പത്രോസ് 2:15, അവർ സത്യം വിട്ട് തെറ്റി. 2 തിമോത്തിയോസ് 2:18, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ. യൂദ 4 വാക്യം, കപടഭക്തിക്കാരോട് കൂടെ പങ്കു കൽപ്പിക്കും. മത്തായി 25:51 വാക്യം. ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 11-ാം അധ്യായം
9ഉം 10ഉം വാക്യങ്ങൾ. ത്യജിച്ചു പോവുക, മറുത്ത് നിൽക്കുന്നു, വിട്ടു തെറ്റി, നിഷേധിക്കുന്നു, അഭക്തർ, കപടഭക്തി എന്നീ വാക്കുകൾക്കെല്ലാം അപ്പോസ്റ്റസി എന്ന ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ 39 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്റ്റസി എന്നാൽ സ്വധർമ്മ പരിത്യാഗം എന്നും മതവിശ്വാസം നഷ്ടപ്പെടുക എന്നും അർത്ഥമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതും സത്യദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതുമായ അവസ്ഥയ്ക്കാണ് വിശ്വാസത്യാഗം അഥവാ അപ്പോസ്റ്റസി എന്ന് പറയുന്നത്. ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, വിശ്വാസത്യാഗിനിയായ മകളെ നീ എത്രത്തോളം ഉഴന്നു നടക്കും. യിരെമ്യാ പ്രവചനം 31-ന്റെ 21ഉം 22ഉം വാക്യങ്ങൾ. അപ്പോൾ അപ്പോസ്റ്റസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഗ്രഹിച്ചല്ലോ. ചില ആളുകൾ ഇവിടെ ഈ അപ്പോസ്റ്റസി അഥവാ ഈ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭ എടുക്കപ്പെടുന്നതിനെയാണെന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ആ ഭാവവുമായിട്ട് ഇവിടെ യാതൊരു ബന്ധവും അതിനില്ല. ഇവിടെ സഭ എടുക്കപ്പെടുന്ന വിഷയവുമായിട്ട് ഇവിടെ യാതൊരു ബന്ധവുമില്ല. വിശ്വാസത്യാഗം എന്താണെന്ന് നാം ഗ്രഹിച്ചല്ലോ. യേശു ക്രിസ്തുവിലുള്ള സത്യവിശ്വാസം ഒരാൾക്ക് നഷ്ടപ്പെടുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നാം കാണുന്നത് ദൈവാലയമാണ്. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ ഉള്ളതിനെ തന്നെത്താൻ അതിന് മേലായി ഉയർത്തി താൻ തന്നെ ദൈവമെന്ന് നടിക്കുമെന്നാണ് 2 തെസ്സലോനിക്കർ ലേഖനത്തിൽ നാം വായിക്കുന്നത്. ആയതിനാൽ ഈ ദൈവാലയം ഏതാണ്? അധർമ്മമൂർത്തി ഇരുന്ന് വാഴുന്ന ഈ ദൈവാലയം ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്നാൽ ഈ ദൈവാലയത്തിലേക്ക് നാം വരുന്നതിന് മുൻപായി അത് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും. അടുത്തതായി നാം ചിന്തിക്കുന്നത് ഇപ്പോൾ തടുക്കുന്നത് എന്താണ്? ഇപ്പോൾ തടുക്കുന്ന വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തടുക്കുന്നത് എന്താണ് എന്ന് പരിശോധിക്കാം. ഇപ്പോൾ തടുക്കുന്നത് എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം റിസ്ട്രെയിൻ എന്ന വാക്കാണ്. അഥവാ റിസ്ട്രെയിനിങ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തടുക്കുന്നത് എന്നതിന്. ആ വാക്കിൻ്റെ അർത്ഥം നിയന്ത്രിക്കുക, തടയുക, വിലക്കുക, അടക്കി നിർത്തുക, അടിച്ചമർത്തുക എന്നൊക്കെയാണ് റിസ്ട്രെയിൻ അല്ലെങ്കിൽ റിസ്ട്രെയിനിങ് എന്ന പദത്തിൻ്റെ അർത്ഥം. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കൊടുത്തിരിക്കുന്നത് കറ്റേഗോൺ എന്ന വാക്കാണ്. തടയുക എന്നതിൻ്റെ ഗ്രീക്ക് പദം കറ്റേഗോൺ എന്ന വാക്കാണ്. ലാറ്റിൻ ഭാഷയിൽ കൊയ്ബേരെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കറ്റഗോൺ എന്ന വാക്കിൻ്റെ അർത്ഥവും ഈ കൊയ്ബേരെ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥവും നിയമം മൂലം അടിച്ചമർത്തുക, നിയമം മൂലം നിയന്ത്രിക്കുക, നിയമം മൂലം തടയുക എന്നാണ് കറ്റഗോൺ എന്ന വാക്കിനും കൊയ്ബേരെ എന്ന വാക്കിൻ്റെയും അർത്ഥം. അതേ അർത്ഥം തന്നെയാണ് റിസ്ട്രെയിൻ എന്ന ഇംഗ്ലീഷ് വാക്കിനും ഉള്ളത്. അതായത് പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമങ്ങളെയാണ് ഇവിടെ തടയുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. അപ്പോസ്തലന്മാരെയും 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെയും ഉപദ്രവിക്കുകയും അവരെ തടയുകയും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നിരോധനം റോമൻ സാമ്രാജ്യം നടപ്പിൽ വരുത്തിയിരുന്നു. ആ നിയമത്തെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിയമം വഴിയിൽ തടുക്കുന്നവൻ നീങ്ങിപ്പോകുമ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ നിയമങ്ങൾക്ക് പ്രാബല്യമില്ലാതെ വരുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും എന്നാണ് പൗലോസ് ഈ ഭാഗം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അപ്പോസ്തോലിക കാലഘട്ടത്തിലും തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്കും അറിയാമായിരുന്നു ആ നിയമം ഏതായിരുന്നു എന്ന്. അത് പൗലോസോട് ഓർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് അവിടെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയതിനാൽ ഇവിടെ തടുക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമങ്ങളാണ് ഇവിടെ തടുക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത് അധർമ്മമൂർത്തി ആരാണ്, അധർമ്മമൂർത്തി എന്താണ് എന്നാണ്. എന്താണ് ഈ അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ, അധർമ്മമൂർത്തി എന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ലോ ലെസ്നെസ് എന്ന വാക്കാണ്. ലോ ലെസ്നെസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിയമരാഹിത്യം, അരാജകത്വം, നിയമലംഘനം, അധർമ്മികൾ എന്നൊക്കെയാണ് ഈ ലോ ലെസ്നെസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം. ഗ്രീക്കിൽ അനോമിയസ് എന്ന വാക്കാണ് അധർമ്മമൂർത്തി എന്നതിന് കൊടുത്തിരിക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം പാപം എന്നും അധർമ്മം എന്നുമാണ് അർത്ഥം. പാപം ചെയ്യുന്ന വ്യക്തികൾ, പാപം ചെയ്യുന്ന സമൂഹങ്ങൾ എന്നൊക്കെയാണ്
അധാർമികമായി ജീവിക്കുന്ന സമൂഹങ്ങൾ എന്നൊക്കെയാണ് അനോമിയസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. അധർമ്മമൂർത്തി, അധർമ്മം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് അനോമിയസ് എന്ന വാക്ക്. എബ്രായ ഭാഷയിൽ പ്രോമിസ്ക്യൂവിറ്റി എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. പ്രോമിസ്ക്യൂവിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രമരഹിതമായ കലർപ്പ് അല്ലെങ്കിൽ കൂട്ടിക്കലർത്തുക, ശരിയും തെറ്റും കൂട്ടിക്കലർത്തുക, നല്ലതും ചീത്തയായതും കൂട്ടിക്കലർത്തുക എന്നൊക്കെയാണ് പ്രോമിസ്ക്യൂവിറ്റി എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം. അധർമ്മികൾ, അധർമ്മമൂർത്തി എന്നതിനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ലാറ്റിൻ ഭാഷയിൽ ഇനിക്വിതാസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്. നീതിയും അനീതിയും ഒരുമിച്ച് ചേർന്ന് പോകുക, ധർമ്മവും അധർമ്മവും ഒരുമിച്ച് ചേർന്ന് പോകുക എന്നൊക്കെയാണ് ആ പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മൂലകൃതികളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കുകളുടെ അർത്ഥമാണ് നാം പരിശോധിച്ചത്. അപ്പോൾ അധർമ്മം എന്ന് പറഞ്ഞാൽ, അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് ഗ്രഹിച്ചല്ലോ. നീതി ചെയ്യാതെ അധർമ്മം പ്രവർത്തിക്കുന്ന, അനീതി പ്രവർത്തിക്കുന്ന, ധർമ്മവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളോ സമൂഹങ്ങളെയോ പ്രസ്ഥാനങ്ങളെയോ ആണ് അധർമ്മമൂർത്തികൾ, അധർമ്മമൂർത്തി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഈ അധർമ്മം എന്ന ഈ വാക്കിന് ബൈബിളിൽ, മലയാള ബൈബിളിൽ നൽകിയിരിക്കുന്ന ചില നിർവചനങ്ങളെ പരിശോധിക്കാം. ഒന്ന്, പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യം, റോമാലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, തീത്തോസ് 2-ാം അധ്യായം 14-ാം വാക്യം. ഇവിടെ എല്ലാം ഈ പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. അധർമ്മം എന്ന് പറഞ്ഞാൽ അത് പാപമാണ് എന്ന നിർവചനമാണ് ഈ വാക്യത്തിൽ നൽകിയിരിക്കുന്നത്. 2, പരീശന്മാരും ശാസ്ത്രിമാരും പുറമേ ഭക്തന്മാരും നീതിമാന്മാരും ആയിരുന്നു, അകമയോ അധർമ്മം നിറഞ്ഞവർ ആയിരുന്നു. മത്തായി 23:27-28 വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തു നേരിട്ട് പ്രസ്താവിച്ചതായ ഒരു വചനമാണല്ലോ ഇത്. കാരണം പരീശന്മാരും ശാസ്ത്രിമാരും പുറമേക്ക് വലിയ ഭക്തിയും നീതിയും ധർമ്മമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കപടഭക്തിയും കപട ധാർമ്മികമായ പ്രവർത്തനങ്ങളുമായിരുന്നു അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവരെ അധർമ്മികൾ എന്ന് വിളിച്ചിരിക്കുന്നു. 3, ദൈവവചനം അനുസരിക്കാതെ വ്യാജമായി ദൈവത്തെ വിളിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും അധർമ്മികൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 23-ാമത്തെ വാക്യം. ചില ആളുകൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങളും അടയാളം ഞങ്ങൾ പ്രവർത്തിച്ചു എന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞ വാക്കാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാജമായിരുന്നു, ശരിയായിരുന്നില്ല, ധർമ്മവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു അവർ ചെയ്തത്. അതുകൊണ്ടാണ് കർത്താവ് അവരെ അങ്ങനെ വിളിച്ചത്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ധർമ്മവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെയാണ് അധർമ്മികൾ, അധർമ്മമൂർത്തികൾ എന്ന് ബൈബിളിൽ വിവക്ഷിച്ചിരിക്കുന്നത്. 4, നീതിയും സത്യവും ന്യായവും ഇല്ലാതെ ജീവിക്കുന്നവർ അധർമ്മികൾ. 1 തീമോഥെയോസ് 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നീതിയും ന്യായവും സത്യവും ഇല്ലാതെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണ്? അവർ അധർമ്മികൾ എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. 5, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം. അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നത് ആരെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ. തർപ്പിച്ചു കൊന്നത് റോമാക്കാർ, കൊല്ലുവാൻ ഏൽപ്പിച്ചത് യഹൂദന്മാർ. അപ്പോൾ അവരോട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അധർമ്മികളുടെ കയ്യാൽ യേശുവിനെ തർപ്പിച്ചു കൊന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ റോമാക്കാരും യഹൂദന്മാരുമായിരിക്കുന്ന ആളുകൾ നീതിയുക്തമായി പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടും ധർമ്മവിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ടുമാണ് കർത്താവിൻ്റെ അപ്പോസ്തലൻ അവരെ അധർമ്മികൾ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അധർമ്മം, അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാകുന്നു എന്ന് ബൈബിൾ നമുക്ക് നൽകുന്ന നിർവചനങ്ങളിലൂടെ ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ടല്ലോ. 6, അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. അതാരായിരുന്നു? ലോത്തായിരുന്നു. ലോത്ത് നീതിമാനായിരുന്നു, ഭക്തനായിരുന്നു. പക്ഷേ ലോത്ത് ചെന്ന് പാർത്ത സ്ഥലം അധർമ്മികളുടെ ഇടയിലായിരുന്നു. അവർക്ക് ദൈവഭയമില്ല, അവർക്ക് നീതിയില്ല, സത്യമില്ല, ധാർമ്മികമായ യാതൊന്നും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നീതിമാനായ ലോത്ത് അധർമ്മികളുടെ ഇടയിൽ
വസിച്ചപ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സ് നൊന്തുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അധർമ്മികൾ, അധർമ്മമൂർത്തി, അധർമ്മം എന്ന വാക്കിന് ബൈബിൾ നൽകിയിരിക്കുന്ന നിർവചനങ്ങളാണ് നാം കേട്ടത്. അപ്പോൾ അധർമ്മമൂർത്തി, അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചല്ലോ. ഇനി നാലാമതായിട്ട് നാം പരിശോധിക്കുന്നത് അധർമ്മമൂർത്തി പ്രവർത്തിക്കുന്നതും അധർമ്മമൂർത്തി വെളിപ്പെടുന്നതും എങ്ങനെയാണ്? സകല വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും വഞ്ചനയോടും കൂടിയാണ് അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരുന്നത് എന്നാണ് നാം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചിൻ്റെ വ്യാജമായ ശക്തിയോടും വഞ്ചനയോടും കൂടെ അധർമ്മമൂർത്തി പ്രവർത്തിക്കുന്നു. അധർമ്മമൂർത്തിയിൽ വ്യാപരിക്കുന്നത് പിശാചിൻ്റെ ആത്മാവാണ്. അപ്പോൾ തനിക്ക് ശക്തി ഉണ്ട് എന്ന് വ്യാജമായ നിലയിലാണ് പിശാച് കാണിക്കുന്നത്. സാത്താന് ശക്തി ഉണ്ട് എന്ന് വ്യക്തമായി തെളിയിക്കുവാൻ വേദപുസ്തകത്തിൽ ഒരൊറ്റ വാക്യം പോലും ഇല്ല. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചാണ് ബൈബിൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാത്താൻ്റെ ശക്തിയെക്കുറിച്ചല്ല, സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു. സാത്താൻ്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലോ എന്ന് കോരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സാത്താൻ തന്ത്രങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആയതിനാൽ അധർമ്മമൂർത്തിയിൽ വ്യാപരിക്കുന്നതും ആരാണ്? പിശാചിൻ്റെ ആത്മാവാണ്. അത് വ്യാജമായ അടയാളങ്ങളോടും വ്യാജമായ ശക്തിയോടും വ്യാജമായ അത്ഭുതങ്ങളോടും വഞ്ചനയോടും കൂടി എന്ന് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യാജമായ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെയാണ് അധർമ്മമൂർത്തി പ്രവർത്തിക്കുന്നത് എന്ന് തെസ്സലോനിക്കരെ പൗലോസ് ഓർമ്മിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനവും അങ്ങനെയുള്ള അധർമ്മികൾ വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അധർമ്മമൂർത്തി വന്നു കഴിഞ്ഞു എന്ന് ഗ്രഹിക്കുവാനാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും യാഥാർത്ഥ്യമല്ല, അയഥാർത്ഥ്യമാണ്. ആയതിനാൽ അധർമ്മമൂർത്തി ഇങ്ങനെ വന്ന് പ്രവർത്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ അധർമ്മമൂർത്തിയെ തൻ്റെ വായിലെ ശ്വാസത്താൽ ഉടുക്കി അവനെ ശിക്ഷിക്കുമെന്നാണ് 9-ാമത്തെ വാക്യം പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ അധർമ്മമൂർത്തിയുടെ പ്രവർത്തനങ്ങൾ എന്താണ്, അധർമ്മമൂർത്തി എന്താണ്, ആ പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചല്ലോ. ഇനി നാം ചിന്തിക്കുന്നത് ഈ ദൈവാലയം ഏതാണ്? അധർമ്മമൂർത്തി വന്ന് ദൈവാലയത്തിൽ ഇരുന്ന് താൻ ദൈവമെന്ന് നടിക്കും, ദൈവമെന്നോ പൂജാ വിഷയമെന്നോ ഉള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്ര എന്നാണല്ലോ തെസ്സലോനിക്ക ലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായ അധർമ്മമൂർത്തി ഇരിക്കുന്ന ദൈവാലയം ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അവിടെ ദൈവാലയം എന്നതിന് ഇംഗ്ലീഷിൽ ടെമ്പിൾ ഓഫ് ഗോഡ് എന്നും ഗോഡ്സ് ടെമ്പിൾ എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ ഔദ്യോഗിക പരിഭാഷകളായ കിങ് ജെയിംസ് വേർഷൻ, അതുപോലെ തന്നെ ന്യൂ ഇൻ്റർനാഷണൽ വെർഷൻ, ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ടെമ്പിൾ ഓഫ് ഗോഡ്, ഗോഡ്സ് ടെമ്പിൾ എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ ഇത് ഏതാണ് ഈ ദൈവാലയം? ചില ആളുകൾ ഇത് സഭയാണെന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സഭയല്ല ഈ ദൈവാലയം. ദൈവത്തിൻ്റെ സഭയ്ക്ക് ഗ്രീക്ക് മൂലത്തിൽ കൊടുത്തിരിക്കുന്ന പദം നമുക്ക് ഏവർക്കും അറിയാം, അത് എക്ലീസി എന്ന വാക്കാണ്. എന്നാൽ ഇവിടെ എക്ലീസി എന്ന വാക്ക് ഗ്രീക്ക് മൂലത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അങ്ങനെയെങ്കിൽ ഈ ദൈവാലയം ഏതാണ്? ഇതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം നൗസ്തു എന്ന വാക്കാണ്. ദൈവാലയം എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം നൗസ്തു എന്ന വാക്കാണ്. ഈ വാക്കിൻ്റെ അർത്ഥം വാസസ്ഥലം എന്നാണ്. ഈ പദത്തിൻ്റെ അർത്ഥം പുരാതന ഗ്രീക്ക് റോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ക്ഷേത്രങ്ങൾക്ക് കൊടുത്തിരുന്ന പേരായിരുന്നു നൗസ്തു എന്ന വാക്ക്. ക്ഷേത്രങ്ങൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പുരാതന റോമൻ സാമ്രാജ്യത്തിലും ഗ്രീക്ക് സാമ്രാജ്യത്തിലും നിലനിന്നിരുന്ന ക്ഷേത്രങ്ങൾക്ക് നൽകിയിരുന്ന പേരായിരുന്നു നൗസ്തു എന്ന വാക്ക്. ആയതിനാൽ ഇത് ദൈവത്തിൻ്റെ സഭ അല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചല്ലോ. എബ്രായ ഭാഷയിൽ ഈ ടെമ്പിൾ എന്നതിന് കൊടുത്തിരിക്കുന്നത് മക്ഡാഷ് ഷെൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മക്ഡാഷ് ഷെൽ എന്ന് പറഞ്ഞാൽ
ക്ഷേത്രം അല്ലെങ്കിൽ ടെമ്പിൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സഭയല്ല, മറിച്ച് ദൈവാലയം എന്നത് ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആയതിനാൽ ഇത് ദൈവത്തിൻ്റെ സഭയല്ല എന്ന് വ്യക്തമായല്ലോ. അപ്പം അങ്ങനെയെങ്കിൽ ഈ ദൈവാലയം ഏതായിരിക്കാം? ഈ ദൈവാലയം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രം എന്ന പ്രാചീന പേരിൽ അറിയപ്പെടുന്ന ഈ ദൈവാലയം യേശുക്രിസ്തുവിൻ്റെ സത്യസഭയ്ക്ക് ബദലായി, എതിരായി അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടാകുവാനിരുന്ന ഒരു മതത്തെയാണ് ഇത് അർത്ഥമാക്കിയിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ പേരിൽ നിലകൊള്ളുന്ന അല്ലെങ്കിൽ നിലവിൽ വരുന്ന ഒരു വലിയ മതത്തെക്കുറിച്ചുള്ള സൂചനയായിരുന്നു അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ദൈവത്തിൻ്റെ സഭയാകുന്ന ആ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ എക്ലീസി എന്ന പേര് ഉപയോഗിക്കാതെ ഇവിടെ ഇംഗ്ലീഷിൽ ടെമ്പിൾ ഓഫ് ഗോഡ് എന്നും ഗ്രീക്കിൽ നൗസ്തു എന്ന വാക്കും ഉപയോഗിച്ചിരിക്കുന്നത്. പുരാതന ക്ഷേത്രങ്ങൾ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയെങ്കിൽ ഈ പുരാതന ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ സത്യസഭയ്ക്ക് എതിരെ ഉണ്ടാകുവാനിരുന്ന ആ മതത്തെയാണ് ഇത് അർത്ഥമാക്കിയിരിക്കുന്നത്. ആ മതത്തിൽ അധിവസിച്ചുകൊണ്ട് താൻ ദൈവമെന്നും അല്ലെങ്കിൽ ദൈവികമായ അധികാരങ്ങൾ തനിക്കുണ്ട് എന്നും അവകാശപ്പെടുന്ന ഒരു മതവും ആ മതത്തിൻ്റെ നേതാവിനെയാണ് ഇവിടെ ഈ ദൈവാലയം അല്ലെങ്കിൽ അധർമ്മമൂർത്തി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അധർമ്മമൂർത്തി വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ ദൈവാലയം. ആ ദൈവാലയത്തിൻ്റെ പേരാണ് നൗസ്തു എന്ന വാക്ക്, അഥവാ ക്ഷേത്രം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദൈവമെന്ന് താൻ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ ഉയർത്തും. പ്രൊക്ലൈം എന്ന ഇംഗ്ലീഷ് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രഖ്യാപിക്കുക, വിളംബരം ചെയ്യുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയെങ്കിൽ ഈ മതം ഏതാണ്? ഈ മതം റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായ റോമൻ കത്തോലിക്ക മതമാണ്. AD 240 300 ഇടയിൽ റോമൻ സാമ്രാജ്യത്തിൽ രൂപമെടുത്ത റോമൻ കത്തോലിക്ക മതത്തെയാണ് ഇവിടെ ഈ ദൈവാലയം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് റോമൻ സാമ്രാജ്യം 6-ാം നൂറ്റാണ്ടോടുകൂടെ അതിന് ശക്തി പരിപൂർണമായി ക്ഷയിച്ചുപോയി. പരിപൂർണമായി റോമൻ സാമ്രാജ്യത്തിന് ശക്തി ക്ഷയിച്ചു പോവുകയും ആ സ്ഥാനത്ത് സാമ്രാജ്യ തുല്യമായി റോമൻ കത്തോലിക്ക മതം ഉയർന്നു വരികയും ചെയ്തു. ഇത് അപ്പോസ്തോലിക കാലഘട്ടത്തിൽ ഇല്ലാതിരുന്നതും അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം ഉണ്ടായതുമായ ഒന്നാണ്. അന്ന് അപ്പോസ്തോലിക കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ സഭ ഒന്ന് മാത്രമായിരുന്നു. അത് യേശുക്രിസ്തു സ്ഥാപിച്ചതും അപ്പോസ്തലന്മാർ ആരാധിച്ചു വന്നതുമായ കർത്താവായ യേശുക്രിസ്തു അതിൻ്റെ മൂലക്കല്ലും അപ്പോസ്തലന്മാർ അതിൻ്റെ അടിസ്ഥാന കല്ലുകളുമായി കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശത്താൽ അധിഷ്ഠിതമായിരുന്ന ദൈവത്തിൻ്റെ സഭ, ചർച്ച് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ദൈവസഭ, ക്രിസ്തു സഭ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ദൈവത്തിൻ്റെ സഭ. ബൈബിളിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് രണ്ട് പേര് മാത്രമേ നൽകിയിട്ടുള്ളൂ. ദൈവസഭ അല്ലെങ്കിൽ ക്രിസ്തു സഭ, ചർച്ച് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ സഭ 1-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഏക ക്രിസ്തീയ സഭ ഇതൊന്നു മാത്രമായിരുന്നു. അതിന് മുൻപോ പിൻപോ ക്രിസ്തീയ മതങ്ങളോ ക്രിസ്തീയ സഭകളോ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ AD 240 300 ഇടയിൽ റോമൻ കത്തോലിക്ക മതം എന്ന ആ വലിയ പ്രസ്ഥാനം റോമൻ സാമ്രാജ്യത്തിൽ ഉടലെടുത്തു. അത് ഉടലെടുത്തപ്പോൾ ആ മതത്തിൻ്റെ ഭരണഘടന യേശുക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ഭരണഘടന അനുസരിച്ചല്ല, ഉപദേശം അനുസരിച്ചല്ല, പ്രവർത്തനം അനുസരിച്ചല്ല. അതെല്ലാം നേരെ എതിരായി നിൽക്കുന്ന പേര് മാത്രം ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളും ഉപദേശങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനക്രമങ്ങളെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. അതെല്ലാം പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്ഷേത്ര പാരമ്പര്യത്തിലും അല്ലെങ്കിൽ ദൈവീകമല്ലാത്ത പഴയ ഈ വിഗ്രഹാരാധന സംബന്ധമായ പുരാതന റോമാക്കാർ ആരാധിച്ചു വന്നിരുന്ന ദേവീ ദേവന്മാരുടെ ആരാധനക്രമം അനുസരിച്ചാണ് ആ മതത്തിൻ്റെ ആരാധനക്രമങ്ങളെല്ലാം പിന്നീട് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് റോമൻ കത്തോലിക്ക മതവും ബൈബിൾ പറയുന്ന ദൈവസഭയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അത് അപ്പോസ്തോലിക ഉപദേശത്തിൽ അധിഷ്ഠിതമായതല്ല.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മതം റോമൻ സാമ്രാജ്യത്തിൽ സ്ഥാപിതമായതോടുകൂടി ദൈവത്തിൻ്റെ സത്യസഭ ശോഷിച്ച് ശുഷ്കിച്ചു പോകുവാൻ അത് കാരണമായി. അതായത് റോമൻ കത്തോലിക്ക മതം ദൈവത്തിൻ്റെ സഭയെ വിഴുങ്ങിക്കളഞ്ഞതുപോലെയായി. അതിന് വലിയ നിലനിൽപ്പില്ലാതെ ശോഷിച്ച് ശുഷ്കിച്ച് വിരലിൽ എണ്ണാവുന്ന അവസ്ഥയിലേക്ക് റോമൻ സാമ്രാജ്യത്തിൽ മാറ്റപ്പെട്ടു. ആദിമകാലങ്ങളിൽ ഏകദേശം 16-ാം നൂറ്റാണ്ട് വരെ, AD 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ പരമാധികാരിയായിരുന്ന മാർപ്പാപ്പമാർക്ക് പരമാധികാരം ലഭിച്ചിരുന്ന വർഷങ്ങളായിരുന്നു അവ. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ AD 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ റോമൻ കത്തോലിക്ക മതം ദൈവത്തിൻ്റെ സഭയെയും സഭയുടെ പ്രവർത്തനങ്ങളെയും അടിച്ചമർത്തുകയും ഉപദ്രവിക്കുകയും അതിനെ ചവിട്ടിക്കളയുകയും ചെയ്ത ചരിത്രം നമുക്ക് സഭാ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അപ്പം അങ്ങനെ ഉയർന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ സഭ ശോഷിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ വന്ന് ആ പ്രസ്ഥാനം, ഈ മതം വലിയൊരു സാമ്രാജ്യ തുല്യമായി ലോകമെമ്പാടും വ്യാപിക്കുവാൻ അത് കാരണമായി തീർന്നു. ചില കാര്യങ്ങൾ ഈ മതത്തെ സംബന്ധിച്ച് ചില സൂചനകൾ ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. 1929 ഫെബ്രുവരി 11 ലാറ്ററൽ ഉടമ്പടിയിലൂടെ നിലവിൽ വന്ന രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. 764 ജനസംഖ്യയാണ് ഇവിടെ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ്. ഏറ്റവും ചെറിയ ജനസംഖ്യ ഉള്ളതും ഇവിടെയാണ്. വത്തിക്കാൻ സിറ്റി എന്ന പേര് ഉപയോഗിച്ചതും ഈ വർഷം തന്നെയാണ്. 1929 ഫെബ്രുവരി 11 വത്തിക്കാൻ സിറ്റി എന്ന ആ നാമകരണം റോമിൽ റോമൻ കത്തോലിക്ക സഭയുടെ മതത്തിൻ്റെ ആസ്ഥാനം നിലനിൽക്കുന്ന വത്തിക്കാൻ സിറ്റി എന്ന പേര് അവർ സ്വീകരിച്ചത്. വത്തിക്കാൻ സിറ്റിയുടെ പരമാധികാര സ്ഥാപനത്തിന്, വത്തിക്കാൻ സിറ്റിയുടെ പരമാധികാര കേന്ദ്രത്തിന് വിളിക്കുന്ന പേര് ഹോളി സീ എന്നാണ്. ഹോളി സീ എന്ന് പറഞ്ഞാൽ ആ വത്തിക്കാൻ സിറ്റിയുടെ പരമസിംഹാസനം, അധികാര സിംഹാസനം എന്നാണ്. അതിനെ നിയന്ത്രിക്കുന്നത് മാർപ്പാപ്പയാണ്. വത്തിക്കാൻ സിറ്റിയിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക, സിസ്റ്റൈൻ ചാപ്പൽ, വത്തിക്കാൻ അപ്പോസ്തോലിക് ലൈബ്രറി, വത്തിക്കാൻ മ്യൂസിയങ്ങൾ വത്തിക്കാൻ സിറ്റിയിൽ ഇന്ന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ വത്തിക്കാൻ സിറ്റിയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ചർച്ചാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക. ലോക കത്തോലിക്കരുടെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ്, ചർച്ചാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക. എന്താണ് ഈ ബസലിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം ഇവിടെ നൽകുകയാണ്. ബസലിക്ക എന്ന പദത്തിൻ്റെ അർത്ഥം പ്രാചീന റോമാക്കാരുടെ പൊതു മന്ദിരങ്ങളുടെ രീതിയിൽ പണി കഴിപ്പിച്ച ക്രിസ്തീയ ദൈവാലയം എന്നാണ് ബസലിക്ക എന്ന പദത്തിൻ്റെ അർത്ഥം. ഗ്രീക്ക് പദം വാസിലിക്ക് എന്നും ആണ്. ബാസിലിക്ക എന്ന ലാറ്റിൻ പദം പുരാതന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അപ്പോൾ ബസലിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുരാതന റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ റോമൻ പാർലമെൻറ്റിനും റോമിൻ്റെ കോടതികൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും നൽകിയിരുന്ന പേരായിരുന്നു ബസലിക്ക എന്നത്. ആ ബസലിക്ക എന്ന നാമമാണ് റോമിൽ റോമൻ കത്തോലിക്ക മതം രൂപമെടുത്തപ്പോൾ ആ മതത്തിൻ്റെ ആ പള്ളിക്ക്, പ്രധാന പള്ളിക്ക് ഈ പേരാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക എന്ന് അവർ നൽകിയത്. പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പല ആ പ്രാചീന പൈതൃക ആചാര അനുഷ്ഠാനങ്ങളും അന്ന് നിലവിലുണ്ടായിരുന്ന ആ പേരുകളൊക്കെയാണ് ഇന്നത്തെ റോമൻ കത്തോലിക്ക മതത്തിലെ പല സ്ഥാനമാനങ്ങൾക്കും നൽകിയിട്ടുള്ളത്. ഈ ബസലിക്ക എന്ന ഈ പേര് റോമൻ കത്തോലിക്ക മതം റോമൻ സാമ്രാജ്യത്തിൽ ഉടലെടുക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. റോമൻ ചക്രവർത്തിമാരാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചിരുന്നത്. അവരുടെ രാജകൊട്ടാരങ്ങൾക്ക് അല്ലെങ്കിൽ പാലസിന്, കോടതികൾക്ക്, അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സിനൊക്കെയും ഈ പേരുകൾ നൽകിയിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൊമീഷ്യൻ ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്വ പാർപ്പിട സമുച്ചയത്തിനായി AD 92 റോമിലെ പാലറ്റിൻ കുന്നിൽ ഒരു ബസലിക്ക നിർമ്മിച്ചു. BC 184 മുതൽ AD 312 വരെയുള്ള കാലഘട്ടത്തിൽ
7 ബസലിക്കകൾ പുരാതന റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. AD 310 കോൺസ്റ്റൈൻ്റൻ ചക്രവർത്തി തൻ്റെ രാജകൊട്ടാരത്തിൻ്റെ സ്വീകരണ മുറിക്ക് ബസലിക്ക കോൺസ്റ്റാൻറ്റിയാന എന്ന നാമകരണമാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ബസലിക്ക എന്ന ആ പേര് പുരാതന റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരുടെ സ്വീകരണ മുറിക്ക് അല്ലെങ്കിൽ അതിഥികളെ സ്വീകരിക്കുന്നതായ ആ സ്വീകരണ ഹാളിന് കൊടുത്തിരുന്ന പേരായിരുന്നു ബസലിക്ക എന്നുള്ളത്. ബസലിക്ക എന്ന ഈ പേര് ഔല പാലറ്റീന എന്നും പറയും. ഔല പാലറ്റീന എന്ന പേരിലും ഇതറിയപ്പെടുന്നു. അതിൽ നിന്നാണ് ബസലിക്ക എന്ന പേരുണ്ടായത്. ഔല എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം റിസപ്ഷൻ എന്നാണ്. സാധാരണ നമ്മൾ വല്ല ഹോട്ടലിലോ ഒക്കെ ചെല്ലുമ്പോൾ ആദ്യം ചെല്ലുന്നത് റിസപ്ഷനിലാണല്ലോ. അപ്പോൾ ഔല എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം റിസപ്ഷൻ എന്നാണ്. ഔല പാലറ്റീന എന്ന് പറഞ്ഞാൽ റോമൻ ചക്രവർത്തിമാരുടെ ആ കൊട്ടാരത്തിലെ സ്വീകരണ മുറിക്ക് അവർ നൽകിയിരുന്ന പേരായിരുന്നു ഔല പാലറ്റീന. ആ പേരിൽ നിന്ന് തന്നെയാണ് അത് പിന്നീട് ബസലിക്ക എന്നും അവർ അതിനെ വിളിച്ചിരുന്നത്. അപ്പോൾ ആ ബസലിക്ക എന്ന പേരാണ് പിന്നീട് റോമൻ കത്തോലിക്ക മതം റോമിൽ സ്ഥാപിതമായപ്പോൾ അവരുടെ പ്രധാന പള്ളിക്ക് നൽകിയത്, സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക. ഇത് ശരിക്കും ഒരു ബിബ്ലിക്കലായിരിക്കുന്ന പേരല്ല, ഒരു ഗ്രീക്ക് ലാറ്റിൻ പദത്തിൽ നിന്നും ഉത്ഭവിച്ചതായ പേരാണ് ബസലിക്ക എന്നുള്ളത്. കത്തോലിക്ക മതത്തിന് ഇന്ന് ലോകമെമ്പാടും 1810 ബസലിക്കകളുണ്ട്. ലോകത്തിൽ 1810 ബസലിക്കകൾ ഉണ്ട് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഓരോ രാജ്യത്തും പ്രധാനപ്പെട്ട റോമൻ കത്തോലിക്ക മതത്തിൻ്റെ പ്രധാനപ്പെട്ട പള്ളികൾക്ക് ബസലിക്ക എന്ന നാമകരണം നൽകി അതിനെ ഉയർത്താറുണ്ട്. അപ്പം അങ്ങനെയുള്ള ബസലിക്കകളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പള്ളികളുടെ അൾത്താരയിലെ വലതുവശത്ത് ഒരു മഞ്ഞ കൊട സ്ഥാപിച്ചിട്ടുണ്ടാകും. അപ്പോൾ മഞ്ഞ കുടയുള്ള ആ പള്ളികളുടെ അൾത്താര കണ്ടാൽ അത് ബസലിക്ക പള്ളിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ചില വിശദീകരണങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ കുറേയും കൂടി വിശദീകരണങ്ങളെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. മാർപ്പാപ്പ മത നേതാവും രാഷ്ട്ര തലവനുമാണ്. മാർപ്പാപ്പ ഒരു മതത്തിൻ്റെ ലീഡർ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവനും കൂടിയാണ്. 1929 ഫെബ്രുവരി 11 ഈ വത്തിക്കാൻ സിറ്റി എന്ന സ്വതന്ത്ര രാഷ്ട്രം ഉടലെടുക്കുന്നത്. അങ്ങനെ ആ രാഷ്ട്രം ഉടലെടുത്തപ്പോൾ മതത്തിൻ്റെ ആസ്ഥാനവും രാജ്യത്തിൻ്റെ ആസ്ഥാനവും വത്തിക്കാൻ സിറ്റിയായി രൂപപ്പെടുകയാണ് ചെയ്തത്. 120 കോടി അംഗങ്ങളുള്ള ആഗോള കത്തോലിക്ക സഭയുടെ സർവ്വ അധികാരിയും വത്തിക്കാൻ സിറ്റി എന്ന ചെറിയ രാജ്യത്തിൻ്റെ രാഷ്ട്ര തലവനുമാണ് പോപ്പ്. സ്വയംഭരണ അവകാശമുള്ള സ്വതന്ത്ര രാഷ്ട്രമാണ് വത്തിക്കാൻ. 1929 ഇറ്റലി സർക്കാരുമായി കത്തോലിക്ക സഭ ഉണ്ടാക്കിയ ലാറ്ററൽ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വയംഭരണ അവകാശമുള്ള പരമാധികാര രാഷ്ട്രമായി വത്തിക്കാൻ മാറുന്നത്. 179 രാഷ്ട്രങ്ങളുമായി വത്തിക്കാൻ സിറ്റിക്ക് നയതന്ത്ര ബന്ധങ്ങളുണ്ട്. അന്തർദേശീയ നിയമങ്ങളും വത്തിക്കാന് പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. റോമൻ ക്യൂരിയ എന്നറിയപ്പെടുന്ന വത്തിക്കാൻ സിറ്റിയുടെ നീതിന്യായ ഭരണ സംവിധാനം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മാർപ്പാപ്പയുടെ പരമാധികാരത്തിലാണ്. വത്തിക്കാൻ സിറ്റി സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനും നിയമപരമായ പരമാധികാരിയും മാർപ്പാപ്പയാണ്. മതത്തെയും രാഷ്ട്രത്തെയും ഒരുമിച്ച് ഭരിക്കുന്ന വ്യക്തിയാണ് പോപ്പ്. അപ്പോൾ ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു ഭരണകർത്താവ് ലോകത്തിൽ വേറെയില്ല. മതത്തെയും നയിക്കുന്നു, ഒരു രാജ്യത്തെയും താൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വേദശാസ്ത്രപരമായിട്ട് തികച്ചും തെറ്റ് തന്നെയാണ്. കാരണം ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ഭൗതികമായ ഭരണം നയിക്കുന്ന ഒരു വ്യക്തിയും ആത്മീയമായ ഭരണം നയിക്കുന്ന വ്യക്തിയും അത് യോജിക്കുന്നതായ ഒന്നല്ലല്ലോ. തന്നെയുമല്ല, കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ പരമാധികാരിയും അതിൻ്റെ പ്രധാന പുരോഹിതനും ഒക്കെയും കർത്താവ് തന്നെയാണ്.
അതിന് പകരക്കാരനായിട്ട് ഈ ഭൂമിയിൽ ദൈവം ആരെയും നിയമിച്ചിട്ടില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഭയുടെ ആ ഭരണഘടനയും റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ഭരണഘടനയും വെച്ച് നോക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് എതിരാണ്. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു മതമാണ്. അപ്പോൾ ഈ മതത്തെയാണ് ഇവിടെ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. പോപ്പിന് ചില സ്ഥാനമാനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കാം. 1, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ. 2, സാർവത്രിക സഭകളുടെ പരമാധികാര പോണ്ടിഫ്. 3, വിശുദ്ധ പിതാവ്. 4, ഇറ്റലിയുടെ പ്രിമേറ്റ്. 5, റോമൻ പ്രൊവിൻസിൻ്റെ ആർച്ച് ബിഷപ്പ്. 6, മെട്രാപോളിറ്റൻ. 7, പൊന്തിഫസ് മാക്സിമസ്. ഇതെല്ലാം ഈ സ്ഥാനമാനങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് എതിരായിട്ടുള്ള നാമങ്ങളാണ്. ദൈവത്തിൻ്റെ സഭയുടെ ഒരു പുരോഹിതന് ചേർന്നതായ പദവികളല്ല ഈ പദവികളെല്ലാം. തന്നെയുമല്ല, ഇതിന് ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആയതിനാൽ തികച്ചും ദൈവത്തിൻ്റെ സഭയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു മതമാണ് ഈ റോമൻ കത്തോലിക്ക മതം എന്നുള്ളത്. ആ മതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ്, ആ മതം ഉണ്ടാകുമെന്ന അറിയിപ്പായിരുന്നു അധർമ്മമൂർത്തി എന്ന ആ പദത്തിലൂടെ അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് നൽകിയിരുന്നു. അപ്പോൾ ആ അധർമ്മമൂർത്തി എന്ന് ഭരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയിലല്ല, ആ സഭയ്ക്ക് എതിരായി അവർ ഉയർത്തിയതായ ഒരു മതത്തിലാണ്. ആ മതത്തിൽ ഇരുന്നു കൊണ്ട് താൻ തന്നെ ദൈവമെന്ന് അവകാശപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം മാർപ്പാപ്പമാർ അധികാരമേൽക്കുമ്പോൾ അവരുടെ ആ കിരീടത്തിൽ ഒരു ലാറ്റിൻ വാക്ക് കുത്തിവെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ലാറ്റിൻ വാക്ക് കുത്തിവെച്ചിരിക്കുന്ന ഒരു കിരീടമാണ് മാർപ്പാപ്പയായി അധികാരമേൽക്കുമ്പോൾ അവരുടെ തലയിൽ വയ്ക്കുന്ന ആ കിരീടം. ആ കുത്തിവെച്ചിരിക്കുന്ന പേര് ലാറ്റിൻ ഭാഷ എന്ന് പറയുമ്പോൾ സംഖ്യകളാണല്ലോ, അക്കമാണ്. അക്കത്തിലൂടെയാണ് അവരുടെ ആ ലാറ്റിൻ ലാംഗ്വേജ് പോകുന്നത്. അപ്പോൾ ആയതിനാൽ അക്കങ്ങളിലൂടെ നാം അത് കണക്കാക്കുമ്പോൾ ആ കുത്തിവെച്ചിരിക്കുന്ന പേരിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ ലാറ്റിൻ വേർഡ് വഗേറിവസ് ഫിലിഡൈ എന്നാണ്. വഗേറിവസ് ഫിലിഡൈ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ദൈവപുത്രന് പകരക്കാരൻ എന്നാണ്. അത് തന്നെ ഒരു ദൈവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദൈവപുത്രന് പകരക്കാരനായിട്ട് ഈ ഭൂമിയിൽ ദൈവം ആരെയും നിയോഗിച്ചിട്ടില്ല. കർത്താവ് തന്നെയാണ് തൻ്റെ സഭയുടെ പരമാധികാരിയും മഹാപുരോഹിതനും എല്ലാം യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ പകരക്കാരനായിട്ട് ഈ ഭൂമിയിൽ ആരും നിയമിച്ചിട്ടില്ല. ഒരാൾ ഞാൻ ക്രിസ്തുവിൻ്റെ പകരക്കാരനാണെന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് എതിരാണ് എന്ന വസ്തുത നാം മനസ്സിലാക്കുക. കൂടാതെ സർവ്വലോകത്തിലും വ്യാപിച്ചു കിടക്കുന്ന റോമൻ കത്തോലിക്ക മതം ഒരു സാമ്രാജ്യം തന്നെയാണ്. ഈ സാമ്രാജ്യത്തിലൂടെ ലോകത്തെ മുഴുവനും സ്വാധീനിക്കാൻ ഒരു പരിധിവരെ പോപ്പിന് സാധിക്കും. പോപ്പിൻ്റെ ആശീർവാദം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. ലാറ്റിൻ ഭാഷയിലുള്ള ആശീർവാദം ഇപ്രകാരമാണ്: ഊർബി യത് ഓർബി. റോമാ നഗരത്തിനും ലോകം മുഴുവനും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ മാർപ്പാപ്പ അവരുടെ കുർബാന മധ്യത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷ മധ്യത്തിൽ ഒരു ആശീർവാദം നൽകും. ആ ആശീർവാദത്തിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് ലാറ്റിൻ ഭാഷയിൽ ഊർബി യത് ഓർബി. ആ വാക്കിൻ്റെ അർത്ഥം റോമാ നഗരത്തിനും ലോകം മുഴുവനും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലോകം മുഴുവനും ആശീർവാദം നൽകുന്ന അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ ലോകത്തിൻ്റെ മുഴുവനും ഒരു നേതാവ് എന്ന് വേണയിൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ താൻ ദൈവമെന്ന് അവകാശപ്പെടും, തന്നെത്താൻ ഉയർത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയോ ശരിയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അധർമ്മമൂർത്തി ആരാണ്? ദൈവാലയം ഏതാണ്? വിശ്വാസത്യാഗം എന്താണ്? തടുക്കുന്നത് എന്താണ് എന്ന് തിരുവചന ചരിത്ര വെളിച്ചത്തിൽ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചല്ലോ. അതുകൊണ്ട് അധർമ്മമൂർത്തി വെളിപ്പെട്ട് കഴിഞ്ഞു. ഇനി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് മാത്രമാണുള്ളത്. അധർമ്മമൂർത്തി വെളിപ്പെട്ട് വന്ന് തൻ്റെ ദൈവാലയത്തിൽ താൻ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ന് ആ ദൈവമെന്ന് നടിച്ച് എല്ലാത്തിനും മീതെ അധികാരിയായി വാണുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സത്യസഭ ഇന്ന് ചെറിയ ചെറിയ കൂട്ടങ്ങളായി അവിടെ ഇവിടങ്ങളായി ഇന്ന് ലോകത്തിലുണ്ട്. ഇന്ന് ഈ സഭയ്ക്ക് ഇന്നെതിരെ നിൽക്കുന്ന വലിയൊരു മതമായി റോമൻ കത്തോലിക്ക മതം മാറിയിരിക്കുകയാണ്. ആദിമ നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക മതം ദൈവത്തിൻ്റെ സഭ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് സഭാ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്ന വിശ്വാസത്യാഗം എന്താണ്,
ദൈവാലയം എന്താണ്, തടുക്കുന്നത് എന്താണ്, അധർമ്മമൂർത്തി എന്താണ് എന്ന് വ്യക്തമായി ദൈവവചന അടിസ്ഥാനത്തിൽ ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.